സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് കലാഭവൻ പ്രചോദേട്ടനാണ്. പ്രചോദേട്ടാ, വെൽക്കം. നമസ്കാരം. അതായത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രചോദേട്ടനെ. ഭയങ്കര ഫെമിലിയർ ഫേസ് ആണ്, ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. ചേട്ടാ, നിങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാര്യം നമുക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. നമ്മുടെ ക്രിക്കറ്റ് കളി നമ്മൾ ആ ടീമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും നമുക്കിടയിലുള്ള ഒരു മത്സരം അതൊരു ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സാജുവും അതുപോലെ എബിയും ഒക്കെ ഇതിന് മുൻകൈ എടുത്തിറങ്ങി സ്പോൺസേഴ്സുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല സ്പോൺസേഴ്സിനൊക്കെ ഒരുപാട് കിട്ടി. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ, എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണല്ലോ, അപ്പോൾ ഇതിന് മുന്നൊരുക്കമായിട്ട് എന്തെങ്കിലും ജിമ്മിൽ പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗെയിം സ്പിരിറ്റിൽ അതെടുത്തു? അതെ, ഒരു ഗെയിം സ്പിരിറ്റിലാണ്. ഇവിടെ വന്ന് കളിച്ചപ്പോഴാണ് ഓരോ പ്രയാസങ്ങൾ, മസിൽ പിടുത്തവും ഒക്കെ നമുക്ക്. സത്യം സത്യം. പക്ഷെ അതിനൊക്കെയാണല്ലോ നമുക്ക് മെഡിക്കൽ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾക്കും ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് മിമിക്രി നമ്മളെല്ലാവരും എപ്പോഴും എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒത്തുകൂടി. പിന്നെ ചോദിക്കാനുള്ള ചേട്ടൻ്റെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഒരു പടം ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള അനൗൺസ്മെന്റ് ഒക്കെ ഈ ഉടനെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോ ഡയറക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കടന്നിരിക്കുക. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചത് ഡീറ്റെയിൽഡ് ഇപ്പൊ പറയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിലുള്ള നമ്മുടെ പിഷാരടി ചേട്ടൻ, രമേശ് പിഷാരടി ചേട്ടനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ അല്ലെ ഇങ്ങനെ ഗ്രോ ആയി വന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പം MLA ആയിരിക്കുകയാണ്. സോ ആ ഒരു ഹാപ്പിനെസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് പിഷാരടിയുടെ കറക്റ്റായിട്ടുള്ള വാക്കുകളാണ്. അതായത് എന്ത് ചോദിച്ചാലും കറക്റ്റായിട്ടുള്ള ഓവറാകാതെ എന്താ പറയുക, മിതത്വം, ഡിസിപ്ലിൻഡ് ആണ്, പേഴ്സണാലിറ്റി ഉണ്ട്. അതെ, അത് ആസ് എ പേഴ്സൺ അല്ലേ ചേട്ടൻ? ആസ് എ പേഴ്സൺ അത് എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് അദ്ദേഹത്തെ ജനങ്ങൾ അവിടെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതെനിക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു ബ്രദർ കൂടിയാണ്. നമ്മളിപ്പോൾ പല പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു ബ്രദർ എന്ന നിലയിൽ എന്താവശ്യങ്ങൾക്കും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. അതുപോലെ ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയി. എന്ന് വെച്ചാൽ ചേട്ടൻ ഇത്രയും ഹ്യൂജ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോവാ. ഫസ്റ്റ് ഞങ്ങളോടായിരിക്കും അല്ലേ റിവീൽ ചെയ്യുന്നത്. എനിവേ അത് സൂപ്പറായിട്ട് വരട്ടെ. ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗിലാണ്. കൈ നിറച്ച് പ്രോജക്ട്സുമായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെയുള്ളത് ശ്രീ സജു നവോദയ. ചേട്ടാ, വെൽക്കം. നമസ്കാരം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ ഒട്ടുങ്ങൾ കാണാനല്ലേ. അതന്നെ. അപ്പൊ ഇത് കോർഡിനേറ്റ് എനിക്ക് നേരത്തെ മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകൾ എല്ലാവരും വെച്ചൊരു പ്രീമിയർ ലീഗ് നടത്തണമെന്ന്. അപ്പൊ അത് കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ അവസാനം അതൊരു തീരുമാനമായി. അങ്ങനെ നടത്തിയാണെന്ന് വളരെ ഗംഭീരമായി. അതായത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ക്രിക്കറ്റ് ലീഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഈ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ക്രിക്കറ്റ് ലീഗാണ് നമുക്കിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ചേട്ടനാണ് എന്നുള്ളതാണ് കൊളീഗ്സ് പറഞ്ഞത്, കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞത്. അവരങ്ങനെ പറയാനുണ്ടെങ്കിലും ഇതിന് ഞാനാണ് തുടക്കം വെച്ച ആള്. അതായത് ഇതിന് ഇങ്ങനെ ഒരു തോട്ട് വന്നതും കൊണ്ടുവന്നതും എല്ലാം ചേട്ടനാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നാഷിക്ക് ഇന്ന് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ നാഷിക്ക് പറഞ്ഞായിരുന്നു, ഇതിപ്പോ നമുക്ക് ക്രിക്കറ്റ് മാത്രമല്ല ഒരു സ്പോർട്സ് ഡേ പോലെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും സ്റ്റേജ് പ്രോഗ്രാം ബൈക്കിൽ വന്ന് കിടന്നുറങ്ങാതെ, അതായത് ഉറക്കം നടപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാ. അപ്പോൾ ഒരു എന്റർടൈൻമെന്റിന്റെ രീതിയിൽ കൂടെ തന്നെ നമുക്ക് ബോഡിക്ക് എക്സസൈസ് അതും കൂടി വെച്ചുകൊണ്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. പിന്നെ ഇതിപ്പോ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് മാൻ ഓഫ് ദി മാച്ച് തന്നത് എന്റെ വൈഫാ. കാരണം നമുക്ക് എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ വിത്ത് ഫാമിലി ആയിരുന്നു ഉണ്ടാവേണ്ടത്. ഇനിയിപ്പോ ജനറൽ ബോഡിക്ക് എല്ലാവരും ഫാമിലി ആയിട്ട് വരേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും പേര് ഞാൻ കണ്ട് എല്ലാവരും ബൈറ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ താങ്ക്സ്, സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ അതിന്റെ ഒരു തുടക്കക്കാരൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിങ്ങളോടുള്ള ഒത്തിരി സന്തോഷവും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട സപ്പോർട്ട് അത് ഒട്ടും പിന്നിലല്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പുതിയ പ്രോജക്ട്സിനെ പറ്റി ഒന്ന് പറയോ? പുതിയ പ്രോജക്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ തീർന്നു. ഇനിയിപ്പോൾ അടുത്ത ഇപ്പൊ ഷൂട്ട് ഇത് കാരണം ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കാൻ വരരുത്. 18-19 വേറെ പടം തുടങ്ങും. അത് കോമഡിയാണോ അതോ? അല്ല, ഇതിലിപ്പോൾ ഹ്യൂമർ. പക്ഷെ തമിഴിൽ അങ്ങനെയല്ല, വില്ലനാണ് ചെയ്തേക്കുന്നത്.
അവർക്കൊരു ഹ്യൂമർ സെൻസ് ഉള്ള വില്ലനെ വേണ്ടത്. അപ്പൊ അങ്ങനെ അവരെന്റെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് അവർ എടുത്തത് ചെയ്തത്. മനസ്സിലായി. ഇനി നിങ്ങളുടെ കൂടെ തന്നെയുള്ള പിഷാരിച്ചേട്ടൻ്റെ കുട്ടി ഒരു 2 വാക്ക് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, നിങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു ഫീൽഡിൽ വന്ന് പിന്നെ അതിനുശേഷം MLA പദവിയിലേക്ക് എത്തി. സോ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു ജേർണി? ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയ ഒരു സംരംഭമാണ് ഒരു ആളാണ് ഞങ്ങളുടെ പിഷാരടി. ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ MLA വരിക എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം നമുക്ക് വേറെ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും പിഷാരടിക്ക് മുമ്പോട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും സർവേഷൻ പ്രാർത്ഥിക്കുന്നു. അവൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പോൾ MLA ഇല്ല, അടുത്ത മന്ത്രി, അങ്ങനെ ആവട്ടെ. അതിനുള്ള ക്വാളിറ്റിയും ടാലൻറ്റും ഒക്കെ ഉള്ള ഒരാളാണ്. പിഷാരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉള്ള മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് 80 വയസ്സ് വരെ അവനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് പ്ലാനിങ്ങോട് നീങ്ങുന്ന ഒരാളാണ്. എന്തായാലും ടീച്ചർ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഫാമിലി ആയിട്ട് വന്നില്ലേ, സന്തോഷമുണ്ട്. ഇനി കൈ നിറയെ പ്രൊജക്ട്സ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അടുത്ത സീസൺ 2 നിങ്ങൾ എന്തായാലും നമുക്ക് ഇതുപോലെ കുറെ പേരെ നമുക്ക് എന്തും ചെയ്യാന്നുള്ളൂ. ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരു വിജയമാക്കാനായിട്ട് എത്തിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ ഒരു ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഒരു പ്രത്യേക നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ ചെയ്യുന്നത്? ഒരുപാട് സർവീസസ് ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രൈസ് ഇവിടെ വെച്ച് നമ്മളൊന്ന് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ശരിക്കും എല്ലാം നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ജനറൽ ബോഡിക്ക് കൊടുക്കും. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ചാരിറ്റി പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട്. അത് എല്ലാ വർഷവും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ ഓക്കെ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കലാഭവൻ സരിക. ഐ ആം സോ ഹാപ്പി ടു വെൽക്കം ഹർ. താങ്ക് യു. സ്വാഗതം. സോ കൊല്ലം കില്ലേഴ്സിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കളത്തിൽ. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ പറയില്ല, എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് എത്ര വയസ്സായിന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. പക്ഷെ ഞാൻ പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ മായയിലുള്ള എല്ലാവരും ഭയങ്കര ഒരു കൂട്ടായ്മയിലുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അതിനുള്ളൊരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടി. അപ്പം ഞങ്ങൾ 2 ലേഡീസ് ഉള്ളു, ഒന്ന് ദേവി ചേച്ചി, ഒന്ന് ഞാൻ. അപ്പം ദേവി ചേച്ചിക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പം ഞാനും കൂടെ ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വന്നതാ. പക്ഷേ എന്താ പറയുക, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പൊതുവേ പറയും മിമിക്രി കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ആ സംഘടനേൻ്റെ ആണല്ലോ ഈ പ്രോഗ്രാം. അപ്പം മിമിക്രി കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ 90% ആൾക്കാർ പാട്ട് പാടുന്നവരും ചിത്രം വരയ്ക്കാൻ അറിയുന്നവരായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അവർക്ക് ക്രിക്കറ്റ് കളിയും നന്നായിട്ട് അറിയാം. കാരണം ഞെട്ടിപ്പോയി. കാരണം ഞാൻ എന്നിട്ടിപ്പോൾ ഇവിടെ തമാശയ്ക്ക് ഞാൻ പറയുകയും ചെയ്തു. കാരണം ഇവർ മിമിക്രി, നമ്മളെന്താ പറയുക, മിമിക്രീൻ്റെ ഗ്യാപ്പ് കിട്ടുമ്പം വന്ന് ക്രിക്കറ്റ് കളി അല്ല, ക്രിക്കറ്റ് കളിയൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഗ്യാപ്പിലാണെന്ന് തോന്നി ഇവർ സ്കിറ്റൊക്കെ ചെയ്യാൻ. സത്യം പറഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴേ ടൈം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്രയും പാഷനേറ്റ് ആണെങ്കിലേ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ ഇപ്പൊ സ്റ്റേജിലൊരു പാട്ടും ഡാൻസും ചെയ്യുന്ന പോലെ ഇത് ആരോഗ്യം വെച്ചിട്ടുള്ള പരിപാടിയും കൂടിയാണ്. കാരണം കാലൊടിയാൻ, കൈയൊടിയാൻ, മുഖം പോകാൻ, കണ്ണു പോകാൻ, കൈ പോകാം. അപ്പൊ എന്തായാലും നിങ്ങൾ സേഫ് ഗാർഡിനോട് വലിയൊരു താങ്ക് യു പറയണം. കാരണം താങ്ക് യു സ്വീകരിച്ചിരിക്കുന്നു. കാരണം നമ്മളിത്തിരി നമ്മൾക്ക് തന്നെ അല്ലെങ്കിൽ സേഫ് ആക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. അപ്പൊ അതിന് വലിയൊരു താങ്ക് യു. ആക്ച്വലി ഏജ് ജസ്റ്റ് ഒരു നമ്പർ അല്ലേ? ഏജ് ജസ്റ്റ് ഒരു നമ്പർ അല്ലേ? അത്രേ ഉള്ളൂ. കാരണം എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, എന്നെ ഇപ്പൊ അവര് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ബോൾ വന്നപ്പോ ഞാൻ അയ്യോ, കാരണം എനിക്ക് കുനിഞ്ഞെടുക്കാൻ വയ്യ. ഇവളൊക്കെയാണോ ഇതാക്കിയത്. പക്ഷെ അതല്ല, പക്ഷേ എന്റെ കൂടെയുള്ള ടീം, പിന്നെ നമ്മളിതൊരു ടീം വർക്കാണ്. കാരണം നമ്മൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമുക്ക് അത് എടുക്കാൻ പറ്റില്ല, നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മളിത് ചെയ്യണം. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു സ്പിരിറ്റ് കാണുമ്പോൾ പക്ഷേ ഷാജിച്ചേട്ടനെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഒരുപാട് പേര്, ഓരോരുത്തരിൽ ഒരുപാട് പേര് പാട്ടും ഡാൻസും മിമിക്രിയും മാത്രമല്ല, ഞങ്ങൾ മിമിക്രിക്കാർക്ക് ക്രിക്കറ്റ് കളിയും പറയാൻ തെളിയിച്ചിരിക്കുകയാണ്, എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നത്. പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ആരോടും ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഈ എന്ന് പറയുന്നത്, അതായത് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അതിന്റെ ഒരു ഒറിജിൻ എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് വന്നത്? അത് അമ്മ ആദ്യം നമ്മളിപ്പം നമ്മൾ പറയല്ലോ, ആദ്യം മാക്കെന്നായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവർക്കും എനിക്കൊന്ന് സിദ്ദിഖ് ലാലേട്ടൻ ആ ഒരു സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, എനിക്കൊന്ന് എന്തായാലും ഒരു 10-15 വർഷമൊക്കെ മുന്നേ ഇരിക്കും, അതിലും കൂടുതലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ മാക്ക് എന്നായിരുന്നു പറയാം. അപ്പൊ അത് മാക്ക് മറ്റേ അങ്ങനെ മൈക്കിന്റെ ഇമിറ്റേറ്റിംഗ്, അതായത് തവളേന്റെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവര് പറഞ്ഞ് മാക്കായിരുന്നു. പിന്നെ അത് മാക്ക്
വാക്കാക്കി MAAK എന്നാക്കി. പിന്നെ നമ്മൾ വിചാരിച്ചു മായൊക്കെ എന്താ അമ്മ, അതായത് അത് എല്ലാവർക്കും ഒരു അങ്ങനെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വേറൊരു തർക്കമില്ല, അതിന് ആ പേരിട്ടെന്നോ അല്ലെങ്കിൽ അതിനൊരു തർക്കമില്ല. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ സംഘടനയുണ്ട്, ആത്മസംഘടനയുണ്ട്, അപ്പൊ ഒരു സംഘടന കൂടെ ആയിക്കോട്ടെ എന്ന്. പിന്നെ ഇതാണ് എന്റെ അറിവ്. ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ബിഗ് ബോസിലും വന്നിട്ട് ഇതിലൊന്നും അതിലൊന്നും ഇതാണ് ബിഗ് ബോസിലും വന്നിട്ട് ഒരുപാട് അല്ലെ, നേരത്തെ ഉള്ളതിനേക്കാൾ ഒരുപാട് പ്രേക്ഷകരുടെ മനം കവർന്നിട്ട് പോയിട്ട് ഇപ്പൊ വീണ്ടും ക്രിക്കറ്റിൽ വന്നു അല്ലെ. അപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പുതിയ പ്രോജക്ട്സ് ഒക്കെ കമ്മിറ്റ് ചെയ്തോ? പിന്നെ ഇപ്പൊ എന്തൊക്കെ ചെയ്തോ? നമുക്ക് ശരിക്കും പറയണെങ്കിൽ എല്ലാവരും പറയും ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം പലരും പറയുന്ന ഒരുപാട് പേര് കിട്ടില്ല. പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയിട്ട് ഞാൻ പറയും, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിട്ടുള്ളത് ഞാനാണെന്ന് എനിക്ക് അഭിമാനത്തോട്. ഞാൻ അത്രയ്ക്കും ഷോസും ഇനോഗ്രേഷൻസും സ്റ്റേജുകളിൽ, കാരണം എല്ലാ സ്കൂളുകളിലും ഒരു സ്കൂളിൽ ചെന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു അരമണിക്കൂർ നമ്മൾ പൊതുവെ ആർട്ടിസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ ഒരു നാടക ടീം അല്ലെങ്കിൽ എല്ലാവരെയും ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ ഞാനൊരു മുക്കാൽ മണിക്കൂറോളം പാട്ട് പാടും, എന്റർടൈൻമെന്റ് ചെയ്യും, എൻകറേജ് ചെയ്യും. അപ്പം അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനെ കൊണ്ട് ഗുണം കിട്ടിയത് വെച്ചാൽ പണ്ട് ഈ കുറച്ച് പേരൊക്കെയാണ് നമ്മുടെ അടുത്ത് ചോദിക്കുക കലാഭവൻ ശരിക്കില്ല. പക്ഷെ ഇപ്പം ബിഗ് ബോസിൽ വന്നപ്പോൾ മാക്സിമം പേര് ഭയങ്കരമായിട്ട് പേര് ഒന്നും കൂടെ എസ്റ്റാബ്ലിഷ്. അപ്പം എനിക്ക് എപ്പോഴും ബിഗ് ബോസ് ഗുണേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് എഗ്രിമെന്റ് ഉണ്ട്, ഇനി ഒരു 2 മാസത്തേയും കൂടെ നമുക്ക് ടി വിയിൽ ഒരു ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം അല്ലാതെ വേറെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഏഷ്യാനെറ്റുകാർ വിളിക്കുന്നതിന് എനിക്ക് ചിത്ര ചേച്ചിന്റെ കൂടെ വരെ പാടാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. താങ്ക്സ് ടു ഓഡിയൻസ്, ഏഷ്യാനെറ്റ് എല്ലാവരോടും ഭയങ്കര താങ്ക് യു ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി കുറെ പ്രോജക്റ്റ് ആയിട്ട് വരട്ടെ. പിന്നല്ല 2 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. ഫീച്ചേഴ്സും ആണ്.